ഹായ്, ഇന്നിപ്പോൾ ഞാനൊരു സൂംബയുടെ 2 മൂവ്മെൻറ്റ്സാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഇതിലും പറയുന്ന കണക്ക് നമ്മുടെ വയറിന് നല്ലതാണ്, കാലിന് നല്ലതാണ്, നമ്മുടെ കൈക്ക് നല്ലതാണ്, നമ്മുടെ മുതുക് ഭാഗത്തെ മസിൽസിന് നല്ലതാണ്, കൊഴുപ്പ് കുറയാൻ നല്ലതാണ്. അങ്ങനെ എല്ലാ സൂംബയുടെ പ്രത്യേകത തന്നെ ഇതാണ്. ഫുൾ ബോഡി വർക്കൗട്ടാണ് സൂംബയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫുൾ ബോഡിക്ക് നല്ലതാണ് കേട്ടോ നമ്മൾ സൂംബയുടെ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 മൂവ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ സ്ലോയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് പിന്നെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കൈയാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. ഇതേപോലെ കറക്കി എടുക്കുക. നമ്മൾ കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതങ്ങ് മാറിക്കോളൂ കേട്ടോ. ഈ ഒരു വർക്കിൽ നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ അത് മാറിക്കോളും. അതേപോലെ നെക്സ്റ്റ് വരുന്നത് കൈ പൊക്കുമ്പോഴാണ് നടു തള്ളുന്നത്. കൈ ഇങ്ങനെ എടുക്കുമ്പോൾ ബാക്കിലോട്ട് കണ്ടോ ഇതെങ്ങനെ. ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കുമ്പോൾ പലർക്കും പറ്റാറില്ല. അതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നോ അങ്ങനെ ചെയ്തോളൂ. സൂംബയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് എങ്ങനെ നമ്മളെ ബോഡി അനക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. പഠിച്ച് നമുക്ക് നേരെ ആവുകയാണ്. സൂംബയുടെ പ്രത്യേകത തന്നെ അതാണ്. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊന്നും ഒരു ഇഞ്ച് അങ്ങോട്ട് മാറാൻ പാടില്ല, ഇങ്ങോട്ട് മാറാൻ പാടില്ല, ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ മൂവ്മെൻറ്റ്സും പറ്റണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇടുപ്പാടുമ്പോൾ കൈയാളിൽ അങ്ങനെയൊക്കെ വരുമല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ മാറ്റം ഉണ്ടാവുകയും നമ്മൾ പിന്നെ അത് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് മറുവശം കൂടെ എടുക്കും കേട്ടോ. നിങ്ങൾക്ക് മറുവശം എടുക്കാൻ ഇല്ല വേണ്ട, ഒരു വശം എടുത്താൽ മതി എന്ന് നിങ്ങൾക്ക് അങ്ങനെ എടുക്കുക. ഇതിലിപ്പോൾ 2 സൈഡും എടുത്തില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൽ നമ്മൾ കൈ 2 യൂസ് ആക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൈ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തോ. നമ്മളിത് സൂംബയുടെ മൂവ്മെൻറ്റ്സ് പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എണ്ണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണ വെച്ചെടുക്കട്ടെ. നമ്മുടെ കൈയുടെ ഷോൾഡറിൻ്റെ ബുദ്ധിമുട്ട്, കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറും ഇതിലൂടെ. ഫുൾ ബോഡിയാണ് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും അത് ഉപയോഗം തന്നെയാണ്. അടിതൊട്ട് മുടി വരെ ഉപയോഗമാണ്. നെക്സ്റ്റ് വരുന്നത് ഒന്ന് മൂവ്മെൻറ്റ്സ് ഇതെങ്ങനെ കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇതേപോലെ ഇതിപ്പോൾ നമുക്ക് 2 പ്രാവശ്യം 1 സൈഡ് 2 പ്രാവശ്യം എടുക്കണം കേട്ടോ. ഇപ്പോൾ മൂവ്മെൻറ്റ്സ് ഫസ്റ്റ് കാലിൻ്റെ നന്നായിട്ട് നിങ്ങൾക്ക് കാല് മാത്രം ചെയ്തു നോക്കാം ഇതുപോലെ. അതിനുശേഷം നിങ്ങൾ കൈ എടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഇതും നിങ്ങളുടെ ഇഷ്ടം പോലെ സ്പീഡ് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈ എടുക്കുമ്പോൾ കൈ മുറുക്കി പിടിച്ചിട്ട് അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വലിച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ വലിച്ച് പുറകിലോട്ട് എടുക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്യാനായിട്ട് എപ്പോഴും കേട്ടോ. അപ്പോൾ കാല് നീട്ടുമ്പോൾ നമ്മൾ കൈ മുന്നോട്ട് നീട്ടുകയും കാല് തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ പുറകിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വലിച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കൈയൊന്ന് മുറുക്കി പിടിച്ചിട്ട് നമ്മൾ കാല് മുന്നോട്ട് എടുക്കുമ്പോൾ കൈ നീട്ടുക ഇതേപോലെ. അപ്പോൾ നമ്മുടെ കൈയുടെ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആവുകയും അവിടുത്തെ കൊഴുപ്പ് കുറയുകയും ഒക്കെ ചെയ്യും. കൈയുടെ പ്രോബ്ലംസൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്പീഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തോളൂ കേട്ടോ. 2 വെച്ചിട്ട് 1 സൈഡ് 2 വെച്ചിട്ട് എടുക്കുക ഇതേപോലെ. നിങ്ങൾക്കിത് 2 എന്നല്ല 3 4 ഒക്കെ എടുക്കാം. അതൊക്കെ നിങ്ങൾ ഞാനിപ്പോൾ ഇതിൽ 2 കാണിച്ചിട്ടുള്ളൂ. 1 സൈഡ് 2 ഒരു വശത്തോട്ട് 2 പ്രാവശ്യം മൂവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇപ്പോൾ മ്യൂസിക്കൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ മ്യൂസിക്കിനനുസരിച്ച് ചിലപ്പോൾ ഈ 2 3 4 അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ 2 എണ്ണം എടുത്ത് കാണിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 പ്രാവശ്യമൊക്കെ ഒരു സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം കേട്ടോ. ഇതേപോലെ ഇതെങ്ങനെ. ഇതിലിപ്പോൾ നമ്മുടെ കൈ മുറുക്കി പിടിക്കുന്നതിന് പകരം നമ്മൾ കൈ സ്ട്രെയിറ്റ്, അതായത് വിരലുകൾ നിവർത്തിയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 രീതിക്കുള്ളതും ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സാധാരണ ഇത് ഇങ്ങനെയും ചെയ്യിപ്പിക്കുന്നുണ്ട്, മുറുക്കിയെടുത്തും ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.